ഞാൻ എന്റെ ചോദ്യം ചോദിക്കുകയാണ്. സനോജ്, ഒറ്റ സെക്കൻഡ്. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റി ഇല്ലെന്നേ. കമ്മിറ്റിക്ക് ഒരു റോളുമില്ല. പിന്നെ സർക്കാരാണ് അതിന്റെ അധികാരി. നിങ്ങൾ പിന്നെയും പിന്നെയും കമ്മിറ്റിയുടെ അധികാരത്തെക്കുറിച്ച് പറയുകയാണ്. കമ്മിറ്റി ഇല്ല, അവസാനിച്ചു. ആ കമ്മിറ്റി ഒറ്റ മിനിറ്റ് കഴിഞ്ഞില്ല. ഒറ്റ മിനിറ്റ് സനോജ്, ഒറ്റ മിനിറ്റ്. കമ്മിറ്റി അവസാനിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിച്ച് 50-ാമത്തെ ദിവസം ഹേമ കമ്മിറ്റിയല്ല, ജസ്റ്റിസ് ഹേമ ഒരു കത്ത് നൽകുന്നു. ആ കത്ത് ഇതിലെ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകുന്നു. പക്ഷേ അതിൽ കൃത്യമായി പറയുന്നുണ്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം മുന്നോട്ടുള്ള നടപടികളെന്ന്. അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് അതിന്മേൽ ഒന്നും ചെയ്യരുത് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞു. ഇതിങ്ങനെ ആവർത്തിക്കാൻ വേണ്ടി ജസ്റ്റിസ് ഹേമയെ കൊണ്ട് കത്തെഴുതിപ്പിച്ചതാണോ എന്ന് പോലും സംശയമുണ്ട്. വി കെ സനോജ്, 50-ാമത്തെ ദിവസം റിപ്പോർട്ട് നൽകി. 50-ാമത്തെ ദിവസം കമ്മിറ്റിയല്ല, ജസ്റ്റിസ് ഹേമ എന്തിന് കത്ത് നൽകി? നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത് വരുത്തിക്കുകയായിരുന്നു എന്ന സംശയം കൂടിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പല സംശയം തോന്നും. നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ഇപ്പം ദൂരീകരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ ചില താല്പര്യത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ പല സംശയങ്ങളും ഇതേ ഫ്ലോറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ പിന്നീട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, എന്നെ പറയാൻ അനുവദിക്കണം, ഈ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നാണ് നിങ്ങളിപ്പം ആരോപിക്കുന്നത്. മറ്റൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം നിങ്ങൾ ഉന്നയിച്ചത്, ഇന്ന് ഇപ്പം പുറത്ത് വിട്ട റിപ്പോർട്ടിനകത്തു നിന്നും കുറേ ഭാഗങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് അതും കൊടുത്തില്ല, അതും പൂഴ്ത്തിവെച്ചു എന്നാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്, സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഈ കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് ഏതെങ്കിലും ഭാഗം ചില ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നു. പേജ് നമ്പർ എത്രയാ? 49. അതെ, അത് ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് പൂഴ്ത്തിവെച്ചത്. നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ എങ്ങനെയാണ് അത് ആരോപിക്കുന്നത്? ഗവൺമെൻറ്റാണോ ഇത് ഉത്തരവിട്ടത്? ഗവൺമെൻറ് മന്ത്രി എന്തെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ആരുടെ അവകാശമായിരുന്നു അത് കൊടുക്കേണ്ടത്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ആ വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ അയാളുടെ വ്യക്തിപരമായ ചുമതല കൂടിയാണ്. നാളെ ഏതെങ്കിലും ഒരു നടി എൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുറത്തേക്ക് വിട്ടു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ആ വിവരാവകാശ ഓഫീസറായിരിക്കും ആ കാര്യങ്ങൾ നേടേണ്ടി വരിക. അപ്പോൾ ആ ഉത്തരവിനകത്ത് വളരെ കൃത്യമായും പറയുന്നുണ്ട്, ഞങ്ങൾ പാസ്സാക്കിയ നിയമമല്ല, കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് നിയമോത്തരവ് പ്രതികരിച്ചത്. അപ്പോൾ ആ ഉത്തരവിനനുസരിച്ച് മാത്രമേ ആ ഉദ്യോഗസ്ഥൻ പെരുമാറിയിട്ടുള്ളൂ. അങ്ങനെയുള്ള അയാളുടെ വിവേചന അധികാരം അയാൾ ഉപയോഗപ്പെടുത്തിയതിനെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടിട്ട് നിങ്ങളിപ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറേ ഭാഗങ്ങൾ മറച്ചു വെച്ചു, കുറേ ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത നിങ്ങളിങ്ങനെ രാവിലെ മുതൽ ചൂണ്ടിക്കാണിക്കൂ? ഞാൻ പറയാം, നിങ്ങളല്ലേ വാർത്ത ബ്രേക്ക് ചെയ്തത്. നിങ്ങൾ ജനങ്ങളോട് പറയണം, സംസ്ഥാന ഗവൺമെൻറ് ആ ഭാഗം, നിങ്ങൾ ഈ പറഞ്ഞ ഭാഗം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? കോടതി ആരോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? വി കെ സനോജ്, സീൽ വെച്ച കവറിൽ SBIയോട് ആവശ്യപ്പെടുകയാണോ ചെയ്തിരിക്കുന്നത്? സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അല്ല, ഈ റിപ്പോർട്ട് ആരാണ് കൊടുക്കേണ്ടത്? താങ്കൾ ഈ സാങ്കേതികത്വം പറയരുത് ഇവിടെ. വി കെ സനോജ്, നിങ്ങൾക്ക് ഹേമ കമ്മിറ്റി രൂപീകരിക്കും വരെ അതിന്റെ നേതൃത്വം സർക്കാരിനാണ്. ഹേമ കമ്മിറ്റി രൂപീകരിക്കും വരെ അതിന്റെ അഭിമാനം നിങ്ങൾക്കാണ്. പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്. സജി ചെറിയാൻ പത്രസമ്മേളനം വിളിച്ചിട്ടാണോ ഈ റിപ്പോർട്ട് കൊടുത്തത്? ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കൊടുത്തത് എന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിന്റെ വിവരാവകാശ ഓഫീസർക്ക് കൊടുത്ത ഉത്തരവിൽ പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പൂർണ്ണമായി വായിച്ചു നോക്കിയിട്ട് ഒഴിവാക്കാൻ പറഞ്ഞ ഭാഗമല്ല വി കെ സനോജ്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം പറയാനുവദിക്കോ? അങ്ങനെ പറയല്ല. ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഭാഗം കൂടാതെ നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പറഞ്ഞാൽ അതിനകത്ത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ വായിച്ചു നോക്കുന്നു, വിവരാവകാശ ഓഫീസർ, അതിനകത്ത് ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് അയാളുടെ കണ്ടെത്തലാണ്.
ആ കണ്ടെത്തൽ സർക്കാർ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പക്കൽ എന്ത് തെളിവുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. തെളിവുകൾ പുറത്തു വരികയാണല്ലോ ഓരോ ഘട്ടത്തിലും. സനോജ് ഒരു മിനിറ്റ്, താങ്കൾ പറയുന്നത് വാദത്തിലെടുക്കാമെങ്കിൽ, ഒരു മിനിറ്റ് സനോജ്, താങ്കൾ പറയുന്നത് വാദത്തിലെടുക്കാമെങ്കിൽ 96-ാം ഖണ്ഡിക 2 പേജുകളിലായുണ്ട്. ഇതിൽ 96-ാം ഖണ്ഡികയുടെ 49-ാം പേജിലെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത്. 48-ാം പേജിലെ 96-ാം ഖണ്ഡികയിൽ ഉൾപ്പെട്ട വിവരം പുറത്തുവിടാം, അതിൽ നിയമവിരുദ്ധതയില്ല. ഇതാണ് കമ്മീഷൻ പറഞ്ഞത്. ഇനി 45 പേജ് 49 മുതൽ 53 വരെ പേജിലെ 11 ഖണ്ഡികൾ പുറത്തുവിടരുത് എന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലില്ല. ആ ഭാഗങ്ങളാണ് ഇപ്പോൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അതായത് 49-ാം പേജിലെ 97 മുതൽ 53-ാം പേജിലെ 108 വരെയുള്ള ഖണ്ഡികളുടെ വിവരം പുറത്തു വിടാം. SPIO വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇനി അഥവാ താങ്കൾ പറയുന്നത് പോലെ SPIOയ്ക്ക് ഇതിൽ ഒരു തീരുമാനം എടുക്കാമെങ്കിൽ അത് ഈ ഇന്ന പാരഗ്രാഫുകൾ ഞങ്ങൾ ഒഴിവാക്കുന്നു ഇന്ന കാരണം കൊണ്ട് എന്ന് എഴുതി തരണം. ആർക്ക്? വിവരാവകാശ കമ്മീഷനെ സമീപിച്ചവർ. ഞങ്ങളുടെ പ്രതിനിധികളടക്കം ഒരു മിനിറ്റ് പറയട്ടെ. ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ അടക്കം കിട്ടിയ റിപ്പോർട്ടിൽ അങ്ങനെ വിവരങ്ങളില്ല. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗമാണ് കളഞ്ഞതെന്ന് കൂടി പറയണം. സനോജ് 96-ാം ഖണ്ഡികയിൽ എന്താണുള്ളത്? മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വരെ പ്രശസ്തരായ ആളുകളാണ്. അത് കമ്മീഷന് ബോധ്യമുണ്ട്. അവരുടെ പേരുകളും കമ്മീഷൻ മുൻപാകെ പറയപ്പെട്ടു. ഈ ഭാഗത്തിന് ശേഷമുള്ള ഭാഗം കളയണമെങ്കിൽ അതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് സംശയിക്കാം സനോജ്. ഇല്ലെങ്കിൽ അത് വ്യക്തമായ മറുപടി പറയട്ടെ. നിങ്ങൾ ഇടയിൽ കയറി പറഞ്ഞു. നമ്മൾ തർക്കം ഇപ്പം നിങ്ങൾ പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ വീണ്ടും പൂഴ്ത്തിവെച്ചു എന്നതാണല്ലോ തർക്കം. എന്തുകൊണ്ടാണ് ആ കൊടുത്ത റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ മാറ്റിയത് എന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനോ മന്ത്രിക്കോ ആ കാര്യങ്ങൾ മാറ്റിയതിൽ യാതൊരു പങ്കുമില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത് എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. അത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ കൊടുത്ത ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് നടപ്പാക്കേണ്ട ബാധ്യത വ്യക്തിപരമായ ബാധ്യതയാണ് ഈ ഓഫീസറുടേത്. ആ ഓഫീസറോട് ആ ഉത്തരവിൽ പറയുന്നു, നിങ്ങൾ ആ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗം വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നു. വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് അനുസരിക്കേണ്ട ബാധ്യത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ വിവരാവകാശ ഓഫീസർക്കുണ്ട്. അതുപ്രകാരം അയാൾ ആ കാര്യങ്ങൾ ചെയ്തു. ഇനി ചോദിച്ച ആളുകൾക്ക് ചില ഭാഗങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പീൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള അവകാശമുണ്ട്. അപ്പീൽ കൊടുത്തോളൂ. ഇതിനകത്ത് സർക്കാർ എവിടെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്? അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. സർക്കാർ അതിനകത്ത് ഇടപെട്ടു എന്ന് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇടപെട്ടതിന്റെ എന്തെങ്കിലും തെളിവുകൾ പുറത്തു വരില്ലല്ലോ സനോജ്. ആദ്യം മുതലുള്ള തെളിവ് പറയാം. റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറയുന്നു. റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നിട്ട് മാധ്യമപ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ സമീപിക്കുമ്പോഴും വിവരാവകാശ കമ്മീഷനും വിവരങ്ങൾ കൊടുക്കുന്നതിൽ സർക്കാർ മടിക്കുന്നു. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ കണ്ണുരുട്ടുന്നു, വാളെടുക്കുന്നു. അതിനുശേഷം റിപ്പോർട്ട് കൊടുക്കുന്നു. ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കുന്നു. ശരി, സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷൻ തീരുമാനിക്കുന്നു. പിന്നീട് ഹൈക്കോടതി പറയുന്നു ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന്. ആ ഉത്തരവ് അവിടെ നിലനിൽക്കെ ബാക്കി വരുന്ന ഹർജികളിൽ എന്തെങ്കിലും ഒന്ന് പറയട്ടെ എന്ന് കാത്തുകൊണ്ട് ഇവിടെ വലിയ ക്ഷമയോടുകൂടി റിപ്പോർട്ട് പുറത്തുവിടാതെ കാത്തിരിക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. ആർക്കാണിത്ര ധൃതി, ആർക്കാണിത്ര വെപ്രാളം എന്ന് ചോദിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് നമ്മളിവിടെ കണ്ടത്. സംശയിക്കില്ലേ സനോജ്? സംശയിക്കില്ലേ?